ചെയ്യേണ്ട ജോലി അവർ ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ഇതൊരു സൂചനയാണ്. കാരണം നമ്മൾ നിരന്തരം സമരത്തിന്റെ പാതയിലാണ്. ഇതൊരു ഒരു പുതിയ തുടക്കമാണല്ല. നമ്മൾ തുടരുകയാണ്, സമരം ശക്തമായി തുടരുകയാണ്. ഇന്നത്തെ വൈദികളുടെ ഉപവാസം ഇതിന് തുടക്കമാണ്. ഇന്ന് ഈ സമരത്തിന്റെ അവസാനത്തിൽ ഈ 4 മണിയാകുമ്പോഴേക്കും ചെലാനത്തെ ആളുകൾ, ചെലാനം കൊച്ചി, ഈ പശ്ചിമ കൊച്ചിയിലെ ആളുകൾ, പശ്ചിമ കൊച്ചി തീർക്കുന്ന ആളുകൾ, അത് ബീച്ച് റോഡ് വരെയുള്ള ആളുകൾ ഒന്നിച്ചിവിടെ എത്തും. സർക്കാരിനുള്ളൊരു താക്കീതാണ്. ഞങ്ങളുടെ ശബ്ദം കേൾക്കാൻ സർക്കാർ കഴിച്ചില്ലെങ്കിൽ അത് കേരളത്തിന്റെ ഈ കൊച്ചിയുടെ പശ്ചിമ തീരത്തുള്ള രാഷ്ട്രീയ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റു പ്രശ്നമോ അല്ല, കേരളത്തിനൊക്കെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കടൽ തീരം ഇവിടെ മാത്രമല്ല, എല്ലാവരും ഇവിടെ ബേസിൽ ഇവിടെ നിർത്തുന്നത് ബേസിൽ ഇടവനക്കാടുള്ള ഒരാളാണ്. നായരമ്പലം, ഞാനൊക്കെ കല്യാണം പോലും ഇടവനക്കാടുള്ള പ്രദേശങ്ങളും സമാനമായി, ഇത്രയും ഭീകരമല്ലെങ്കിൽ പോലും സമാനമായി ദുരിതം നേരിടുന്നവരാണ്. ആലപ്പുഴയിലുണ്ട്. ആലപ്പുഴയിൽ നമ്മൾ സുരക്ഷിതമെന്ന് പറഞ്ഞിരുന്ന തീരം പോലും ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. കൊല്ലത്തും തിരുവനന്തപുരത്തും സമാനമായി നിൽക്കുന്നു. മുതലപ്പൊഴി നിങ്ങൾക്ക് ഞാൻ ആവർത്തിക്കേണ്ടതില്ല. മുതലപ്പൊഴി നിങ്ങൾക്കറിയാം എത്രയോ പേരുടെ ജീവൻ നമ്മൾ നഷ്ടപ്പെടുത്തി. തീരത്തോട്, കേരളത്തിലെ തീരജനതയോട് ഈ സർക്കാർ കാണിക്കുന്ന തീരജനതയോട് കാണിക്കുന്ന അനാസ്ഥ, തീരജനതയെ ഈ ഭൂമിയിൽ നിന്ന് പലായനം ചെയ്യാനായിട്ട് കാണിക്കുന്ന തന്ത്രങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ ഇതൊരു സൂചനയാണ്. ഈ സൂചന കണ്ട് തങ്ങളുടെ അലംഭാവത്തിന് ഒരു അവധി വരുത്താൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട്, മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ഉപവാസം ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു.